വിദ്യുത്പാന സഹസ്രാവേ സ്വാഹ ഓം ജിതഗ്രൂണ്ടംബൂതേ സ്വാഹ മന്ത്രം ചൊല്ലി പെഴു വെച്ചിരിക്കണു. അങ്ങോട്ട് മാറി നിൽക്കുക. അദ്ദേഹം പറഞ്ഞത് കേട്ടില്ലേ? എണീറ്റ് പോവാ. അശ്രീകരെ ഇറങ്ങി പോവാ. യാഗത്തിന് ശേഷം കുടുംബത്തിൽ സകല ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്നതിനാൽ ക്ഷുദ്രശക്തികൾ അതിനെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കും. മൂസാക്കുട്ടി ആ തുമ്മൽ അവിടെ കൊണ്ട് മേയാൻ വിട്. അത് നോക്ക്. ഇതെന്താ തീയും പോയും കാണുന്നുണ്ടല്ലേ? വീടിന്റെ മുമ്പിലാണ് അടുക്കള. ചിലപ്പോ ഞമ്മള് വരുന്ന അറിഞ്ഞിട്ട് ബിരിയാണി വെക്കായിരിക്കും. എന്നിട്ട് ബിരിയാണി ചെമ്പ് കാണില്ലല്ല. നെയ്യിന്റെ മണമുണ്ട്. ഓം ശ്രീ മാതൈ സ്വാഹ ഓം ശ്രീ മഹാരാജ്ഞേ കോഴി കൊണ്ട് സംഭൂതൈ സ്വാഹ അങ്ങോട്ട് ചെല്ല. ഓം ദേവകാല അവിടെ കുറ്റിയടിക്ക്. ഇത് തേക്കാണ്. എന്തായി കാണിക്കണേ? ആരൊക്കെ അന്യജാതിക്കാരി കൊട്ടാരങ്ങളൊക്കെ കാലുകുത്താൻ പാടില്ല. ഇവിടെ ഒരു പുണ്യകർമ്മം നടന്നുകൊണ്ടിരിക്കുക. കോടതി വിധി പ്രകാരം ഞങ്ങളുടെ മാളത്താത്ത കിട്ടിയ സ്ഥലത്ത് കാലുകുത്താൻ ആരുടെ സമ്മതം ആവശ്യമില്ല. അളന്ന് തിരിക്കാനായിട്ടാണ് ഞങ്ങൾ വന്നത്. അളന്ന് മുറിക്കലും കുടിയേറലും ഒക്കെ യാഗം കഴിഞ്ഞിട്ട് മതി, അല്ലാതെ സമ്മതിക്കില്ല. കോടതി ഉത്തരവാണ്. വെറുതെ തടസ്സം നിന്ന് അകത്ത് പോകണ്ട. ഈ അളക്കടാ ഇവരെ പിടിച്ച് പുറത്താക്കടാ. വേണ്ട ശ്രീകണ്ഠ, അവര് വിധി നടപ്പാക്കിക്കോട്ടെ. വരിക. ബിരിയാണി റെഡിയായി നോക്കാം. ഒന്ന് യൂറിൻ പാസ് ചെയ്തിട്ട് വരാം. താനെന്തിനാ ഇവിടെ ഒന്ന് ഇങ്ങനെ പതുങ്ങിക്കണേ? ഒന്നുമില്ല. ആ കാക്കാമാരെ കണ്ടപ്പോ താനെന്തിനാ ഓടിയത്? ഓട് ഞാനോ? നോൻ കണ്ടു. താനൊന്ന് ഞെട്ടിയതും പെട്ടതും മുങ്ങിയതും. എന്നാ ഞാൻ എല്ലാം തുറന്നു പറയാം. പറയ്. പക്ഷെ ആരോടും പറയരുത്. ആരോടും പറയില്ല. വാക്കുതാ കാണിച്ചിരട തെണ്ടി. പറയ്. ഞാൻ സംഗീത കോളേജിൽ പഠിച്ചോണ്ടിരുന്ന കാലത്ത് ഫീസ് കൊടുക്കാൻ കാശില്ലാതെ വന്നു. എന്റെ ഗതികേട്. കുറച്ച് പൈസ മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ പലിശക്കെടുത്തു. അതും 21%. ഫ്ലാറ്റ് റേറ്റ്. പരീക്ഷ പാസ്സായി. പക്ഷെ പണം തിരിച്ചു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഇപ്പൊ അവരെന്നെ നേരി കണ്ട കൊന്നുകളയും. അങ്ങനെയാണോ? ഇത് തോം ഇപ്പൊ തന്നെ അവരോട് പറഞ്ഞു നിന്നെ ശരിയാക്കി തരാടാ തെണ്ടി. പേടിക്കണ്ട, നോമുണ്ട് കൂടെ. എനിക്ക് തൃപ്തിയായി. കരയാണ്ടിരിക്കുക. നിന്റെ അപ്പൻ വിശ്വസിച്ചു. സ്വാമി, ആ പരച്ച നമ്പൂതിരി എവിടെയുണ്ട്? അവിടെ എവിടെയെങ്കിലും കാണും. നീ എങ്ങനെ ഇവിടെ വന്നു? മതിലിയാടി. അല്ല, തഞ്ചാവൂര് പാടാൻ പോയാ നീ എങ്ങനെ ഇവിടെ വന്ന്? നിന്നെ കാണാണ്ട് ഞാൻ എവിടേക്ക് അലഞ്ഞെന്നറിയോ? നിന്റെ കൊച്ചാപ്പന്മാര് നിന്നെ അന്വേഷിച്ച് കിടപ്പുണ്ടെന്ന് കേട്ട്. അയ്യോ, കൊള്ളാം, നല്ല വേഷം. നിന്റെ അമ്മ വീട്ടുകാർ നിന്നെ അംഗീകരിച്ചോ? അംഗീകരിച്ചു. ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയായിട്ട്. ഒരബദ്ധത്തിൽ വന്ന് പെട്ടതെവിടെ, അതും പൂജാരിയായിട്ട്. പക്ഷെ ഇപ്പൊ തോന്നുന്നു പൂജ കഴിഞ്ഞാൽ ഇവിടുന്ന് തിരിച്ചു പോണ്ടെന്ന്. എന്നാലും നിനക്ക് വിവരത്തിന് ഒരു കമ്പി അടിക്കായിരുന്നു. വിവരമില്ലാത്തന്നെ കമ്പി കടിച്ചിട്ട് എന്ത് കാര്യം? പോട്ടെ, മറുപടി ആയിട്ട് ഒരു മണിയോട്ടെങ്കിലും അയക്കായിരുന്നില്ല നിനക്ക്? എന്തിന്? ഇങ്ങോട്ട് വരാനുള്ള വണ്ടിക്കാശായിട്ടെങ്കിലും ഉപയോഗിക്കായിരുന്നില്ലേ? കോളേജ് അടച്ചു, കാന്റീനും പൂട്ടി. ഞാനും എന്താ ചെയ്യണ്ടത്? നീ എന്തെങ്കിലും ചെയ്യേ. എന്നാ ഇവിടെ തന്നെ കൂടാ അല്ലേ? എനിക്കൊരു സഹായാവല്ലോ നീ. അതൊന്നും ശരിയാവില്ല. ഞാൻ തന്നെ ഇവിടെ മുള്ളയിലാ നിക്കണത്. ആ മുള്ളെടുത്ത് കളയാനെങ്കിലും ഒരാള് വേണ്ടേ? നീ പോയി നിർത്ത്. എന്താ? അല്ല, നീ എന്തിനാ പരശു നമ്പൂരി അന്വേഷിച്ച് ഇവിടെ വന്ന്? കൊട്ടാരത്തിലെ കിരീടവും ചെങ്കുലും തരാന്ന് പറഞ്ഞ എന്റെ കാശ് വാങ്ങിച്ചു. പരശു നമ്പൂതിരി നിന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചാ? ഇപ്പൊ പരശുനമ്പൂരി കാണണം അല്ലേ? അതെ. ഞാൻ പോയി വിളിച്ചോണ്ടിരാം. നീ ഇവിടെ തന്നെ നിക്കണേ. അത് തന്നെ എന്റെ ഉദ്ദേശം. നിങ്ങളുടെ അതിർത്തി ഇവിടെ വരെ വരും. ശത്രുക്കളോടുള്ള സമീപനം എങ്ങനെയാവണം? ക്ഷമ, സമാധാനം. പക്ഷെ അത് അവരെങ്ങനെ അറിയിക്കും? സമാധാനത്തിന്റെ വെള്ളക്കുടി കാണിക്കാം. അവിടെ ഒരു പൂണൂലിട്ടവനൊന്ന് ചിറ്റിച്ചിട്ടുണ്ടല്ലോ. കൊച്ചാപ്പ, അയാൾ എന്താണ് കാണിക്കണത്? ഇവിടെ നമ്പൂതിരിമാരല്ലേ, കോണാൻ ഉടക്കണായിരിക്കും. അയാൾ പിന്നെയും കാണിക്കണ ഏതാണ്ട്.
കളിയാക്കാണ്. എന്നാ പിന്നെ ചോദിച്ചിട്ടുള്ള കാര്യം പറ. എന്താ ഹിമാറ അനക്കെ നമ്മളെ പിടിച്ചില്ലേ? അവിടെ നിക്ക നോ ഉപദ്രവകാരിയല്ല. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു മൊല്ലാക്ക. മൊല്ലാക്ക നിന്റെ ബാപ്പ. മുല്ലാക്കല്ല, ഇത് നമ്മുടെ കൊച്ചാപ്പ. ആ കൊച്ചാപ്പയ്ക്ക് ആരെങ്കിലും കുറച്ച് കാശ് തരാനുണ്ടായിരുന്നോ? വാഴക്കായല്ല, പണം പണം. ഉറുപ്പിയെ അതെ ഒരു ഹംക്കുണ്ട്. എന്നാൽ ആ മുട്ട് നിങ്ങളെ കാണാണ്ട് അവിടെ പതുങ്ങി നിൽക്കണു. നോം കാണിച്ചരം വരിക. എന്താണ്ടാ ഇവൻ കോണം തലയിലെ കെട്ട ഭാഷനായിരിക്കും. ഇവിടെ നിന്നോളൂ, നോം വിളിച്ചോളരാ. എങ്ങനെ ഇവിടെ വന്നു? ഒടുക്കത്തെ വാതിൽ അകത്തേക്ക് കയറാൻ പറ്റില്ല. സെലീമേ, ഈ അർക്കവാനത്തിന് ഉടിച്ചകത്ത് ഞാൻ ചരിഞ്ഞ് കയറ്. കയറാൻ പറ്റില്ല. പോയി മോനെ മോനെ അവസ്ഥ മോനെ കാശ് വേണ്ടടാ. വാ, ഈ അറാമ്പറത്തിനോടെ പോയി. എവിടെ പോവാ? പിന്നെ നിൽക്കണ റാമ്പറ നമ്മളെ വട്ടം. ഇനിയിപ്പോ എങ്ങനെ പുറത്തേക്ക് ഇറങ്ങാം? ഒരു മിനിറ്റ്, ഞാനൊരു ബുദ്ധി കാണിച്ചു തരാം. ഞാന് അയ്യോ കൊച്ചപ്പ, ആരാണ്? എന്റെ കർത്താവേ. വേണ്ട, തോന്നിയതാവും. എന്താ അവിടെ? എന്താ കുട്ടികളെ? ഗോ ടു യുവർ ക്ലാസ്സസ്. ഞാൻ 3:30 3:45 ഇടയ്ക്ക് വരുവേ. എന്താ നോക്കി നിൽക്കുന്ന? ഗോ ടു യുവർ ക്ലാസ്സസ്. ഗോ ഗോ. ഓക്കെ ഓക്കെ ഓക്കെ. എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഐ ലവ് യു അങ്ങനെ പറ. എം ഡി എന്നാ കെട്ടിപ്പിടിച്ചു പറ ഐ ലവ് യു. I love you. ഐ ലവ് യു. ഇതെന്താ ഐ ലവ് യു? എനിക്ക് പ്രശ്നമൊന്നുമല്ല, ഞാൻ പോയി പറഞ്ഞേക്കാം. എം ഡി കെട്ടിപ്പിടിച്ച് ഐ ലവ് യു ഐ ലവ് യു എന്ന്. എം ഡി കെട്ടിപ്പിടിച്ച് I love you. ഇതൊരാനയല്ല, അല്ല ഇത് തേങ്ങയല്ല, അല്ല ഇത് ഒലക്കയുമല്ല. അല്ല.